ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി സ്റ്റഡി. ഇന്ന് നമുക്ക് പേപ്പർ ബോട്ട്സിൻ്റെ സെക്കൻഡ് സെക്ഷൻ നോക്കാം. An angry girl. A fat boy pounced on one of her boards and pulled it. He turned the board upside down. Anna stared at the boy. He was fat and dirty. He did not mind Anna's angry face. Anna ran home. ഓക്കെ, നമ്മൾ മുന്നത്തെ പേജിൽ കണ്ടിരുന്നു സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്? A fat boy pounced on her boards. ഒരു തടിച്ച ഒരു കുട്ടി വന്നിട്ട് അന്നയുടെ ബോട്ട് മറച്ചിട്ടു. He turned the boat upside down. ബോട്ട് വെള്ളത്തിൽ നിന്ന് മറിച്ചിട്ട് കളഞ്ഞു. അന്ന stared at the boy. അന്ന രൂക്ഷമായി ആ കുട്ടിയെ നോക്കി. He was fat and dirty. തടിച്ചു ചെളിയൊക്കെ ആയ കുട്ടിയായിരുന്നു, ഡ്രസ്സിലൊക്കെ ചെളിയായ ഡേർട്ടിയായ കുട്ടിയായിരുന്നു. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. ആ കുട്ടി അന്നയുടെ ദേഷ്യമൊന്നും കണ്ടെന്ന് നടിച്ചില്ല. അന്ന റാൻ ഹോം. അന്ന വേഗം വീട്ടിലേക്ക് ഓടി. ഇതിൽ ഡിഫിക്കൽട്ട് ന്യൂ വേർഡ്സ് ഏതാന്ന് വെച്ചാൽ പൗൺസ്ഡ്, സ്റ്റെയർഡ്, ഡേർട്ടി, ആംഗ്രി മക്കൾക്ക് അറിയാം. പൗൺസ്ഡ് മീനിങ് മൂവ് സഡൻലി, പെട്ടെന്ന്. സ്റ്റേഡ് നോക്കി. ഡേർട്ടി എന്ന് അറിയാം, മോശം ആയിട്ടുള്ള എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. A solution. Anna's aunt Arundhati was sitting in an armchair. Anna's face was red with anger. She pouted her lips and said, "That naughty boy, he overturned my boat. Don't worry, I will make another one for you." Aunt Arundhati tried to console her. "What if he takes the one too, that one too? Okay then, I'll make a few more for you." അപ്പോഴെന്താണ് സംഭവിച്ചത്? അന്നയുടെ ബോട്ട് തടിച്ച് കുട്ടി മറിച്ചിട്ടു. അത് കണ്ട് ദേഷ്യവും സങ്കടവും വന്ന് അന്ന ഓടി വീട്ടിലേക്ക് ഓടിയപ്പോൾ അന്നയുടെ ആണ്ട് അരുന്ധതി അപ്പോൾ ആം ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നയുടെ മുഖം ദേഷ്യം പിടിച്ച് ചുവന്ന് കണ്ടിട്ട് ആണ്ട് ചോദിക്കും. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. ദേഷ്യം വന്നാൽ കാണാറില്ലേ മക്കൾ, മുഖമൊക്കെ ചുവന്ന് വരും. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അന്ന പല്ലിറുക്കിക്കൊണ്ട് പറയും, ചുണ്ടൊക്കെ കടിച്ച് പറയും, ദറ്റ് നോട്ടി ബോയ്, ആ കുട്ടി, ആ നോട്ടി ബോയ്, കുരുത്തം കെട്ട കുട്ടി എൻ്റെ ബോട്ട് മറച്ചിട്ടു. ആണ്ടിനോട് വന്ന് സങ്കടം പറയും. അപ്പോൾ ആണ്ട് എന്താ പറയുക? ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. ഞാൻ നിനക്ക് വേറെ ഉണ്ടാക്കി തരാം. അപ്പോൾ ഈ ബോട്ടൊക്കെ ആരാണ് ഉണ്ടാക്കി കൊടുത്തത് അന്നയ്ക്ക്? അന്നയുടെ ആണ്ട്. അരുന്ധതി ട്രൈ ടു കൺസോൾ ഹർ. ആണ്ട് സമാധാനിപ്പിക്കാൻ നോക്കി. നീ പേടിക്കണ്ട, ഐ വിൽ മേക്ക് അനദർ ബോട്ട് ഫോർ യു. നിനക്ക് വേറെ ഞാൻ ഉണ്ടാക്കിത്തരാം, വേറെ ബോട്ട്സ് പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കിത്തരാം. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? എന്തു ചെയ്യും അവൻ? അതും എടുത്താൽ എന്താ ചെയ്യാൻ ചോദിക്കും. അതും മറിച്ചിട്ടാൽ എന്താ ചെയ്യുക? ഓക്കെ ദെൻ, ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയും ഉണ്ടാക്കിത്തരാം, കൂടുതലായിട്ട് ഉണ്ടാക്കിത്തരാം എന്ന് ആണ്ട് അരുന്ധതി അന്നയോട് പറയും. ഓക്കെ, ഇവിടുത്തെ ഡിഫിക്കൽട്ട് വേർഡ് പൗട്ടഡ്. ലിപ്സ് ഇറക്കിയിട്ട് പറയുന്നതാണ് പൗട്ടഡ്, ദേഷ്യത്തോടെ പറയുന്നതാണ്. കൺസോൾ, സമാധാനിപ്പിക്കുക. വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദെം? എല്ലാം എടുത്താൽ എന്ത് ചെയ്യും? നോ ഹി ഡോണ്ട്, ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? ഹി സെയിം ടു ബി എ പുവർ ചൈൽഡ്. ദെൻ വൈ കാൺട്ട് ഹി മേക്ക് ദം ഹിംസെൽഫ്? ഹി ഈസ് സോ ബിഗ്. Maybe no one has taught him how to make boats. Why doesn't he go to school? He's so rude. Aunt Arundhati just smiled. Okay, എന്താ പറയാം? ആണ്ട് അരുന്ധതി പറയും, ഫ്യൂ ബോട്ട്സ് കൂടി ഞാൻ ഉണ്ടാക്കിത്തരാം, പേടിക്കണ്ട എന്ന്. അപ്പോൾ അന്ന പറയും, വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദെം? അവൻ അതെല്ലാം എടുത്താൽ എന്ത് ചെയ്യും? നോ ഹി വോണ്ട്, അവൻ എടുക്കില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഞാൻ അവനും കൂടി ഉണ്ടാക്കിത്തരാം, കുറച്ച് ബോട്ട്സ് അവന് കൊടുക്കാനും ഉണ്ടാക്കിത്തരാമെന്ന് ആണ്ട് പറയും. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? അപ്പോൾ അന്ന ചോദിക്കും, എന്തിനാണ് അവന് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹി സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവനൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു.
ദെൻ വൈ കാൺ ഹി മേക്ക് ദം ഹിംസെൽഫ്? അവനെന്താ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ? ഹി സോ ബിഗ്, അവൻ വലിയ കുട്ടിയാണ്. മേ ബി നോ വൺ ഹാസ് തോട്ട് ഹിം ഹൗ ടു മേക്ക് ബോർഡ്സ്, അവനെ ആരും ബോർഡ്സ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ? ഹി സോ റൂഡ്, അതെന്താ അവൻ സ്കൂളിലൊന്നും പോകാറില്ലേ? ഹി സോ റൂഡ്, അവൻ ഭയങ്കര റൂഡായൊരു കുട്ടിയാണ്. ആണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽ, ഇതൊക്കെ കേട്ടിട്ട് ആണ്ട് വെറുതെ ഒന്ന് ചിരിക്കും. ഇതിനകത്തുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് മക്കൾക്കുള്ളത് ടോട്ട് മീൻസ് പഠിപ്പിക്കുക, റൂഡായ ബിഹേവിയർ അതായത് കട്ടിയുള്ള, സ്മൈൽഡ് അറിയാം ചിരിച്ചു. ഓക്കെ.